ചിന്തകളിൽ വരുമോ? നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ? ഒരു തൂവല്ലിനി തരുമോ? നിറങ്ങൾ വരുമോ? സ്വരങ്ങൾ വരുമോ? മഴയുടെ ശ്രുതി തരുമോ? ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ? ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുന്നുകൾ ഒരു കുറിയിനി വരുമോ? മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ? പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുന്നുകൾ ഒരു കുറിയിനി വരുമോ? മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ? സ്നേഹത്തിന്റെയും എളിമയുടെയും സാഹോദര്യത്തിന്റെയും ഒക്കെ നല്ല നല്ല പാഠങ്ങൾ പറഞ്ഞു തന്ന തോമസ് അച്ഛ, ഞങ്ങളുടെ ഈ ഒരു വർഷ കാലഘട്ടങ്ങളിൽ അച്ഛൻ ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു. അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിനൊരു യഥാർത്ഥ വഴികാട്ടിയായിരുന്നു. ഞങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനായിരുന്നു, ഒരു നല്ല സഹോദരനായിരുന്നു. നമ്മുടെ കൂടെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ നമുക്ക് തരുന്ന സ്നേഹവും നമുക്ക് എന്തും പങ്കുവയ്ക്കാനുള്ള ഒരു സ്പേസൊക്കെ ഒരിക്കലും മറ്റൊരിടത്തൊന്നും കിട്ടാത്ത ഒരു സംഭവമാണ്. അച്ഛൻ്റെ കൂടെ മൈനർ സെമിനാരിൽ ഉണ്ടായിരുന്ന ഈ ഒരു വർഷക്കാലം നിറയെ നല്ല പാഠങ്ങൾ നടന്നതായിരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ഒരു ചേട്ടന്റെ സ്ഥാനത്തായിരുന്നുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജീവിതം എങ്ങനെ കുറച്ചുകൂടെ മനോഹരമായി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞു തരികയും കാണിച്ചു തരികയും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ എങ്ങനെയൊക്കെ മറികടക്കണമെന്ന് സ്നേഹത്തിന്റെയും എളിമയുടെയും സാഹോദര്യത്തിന്റെയും ഒക്കെ നല്ല നല്ല പാഠങ്ങൾ പറഞ്ഞു തന്ന തോമസ് അച്ഛ, അച്ഛന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പഴയതിനേക്കാളും കൂടുതൽ മനോഹരമായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ഒത്തിരി സ്നേഹം സന്തോഷമുണ്ട് അച്ഛന് കൂടെ ആയിരിക്കാൻ സാധിച്ചത്. പുതിയ സേവനത്തിനായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ യാത്രയിലേക്ക് പോകുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്, എന്നാൽ ഒത്തിരി സന്തോഷവും അഭിമാനമുണ്ട്. കാരണം അച്ഛനെ പോലെ ഒരാളുടെ സേവനം ശുശ്രൂഷ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെടുന്നത് അച്ഛന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ. തോമസ് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഗുരു ഒരു മാതൃകയായിരിക്കും നാം എല്ലാവരും കരുതുക. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഞങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യിപ്പിച്ചു. അച്ഛനെ കണ്ടുപഠിക്കാൻ കുറേ നല്ല മാതൃകകളുണ്ട്. ഇനി അച്ഛൻ ഞങ്ങളെ വിട്ട് ഖത്തറിലേക്ക് പോവുകയാണ്. അവിടെയും അച്ഛൻ ഇതുപോലെ ഞങ്ങൾക്ക് തന്ന ആ മാതൃകയിൽ തന്നെ അവിടെയും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ സാഹോദര്യം എന്തെന്ന് അറിയാത്ത ഒരു സമയം തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സാഹോദര്യത്തിൻ്റെ ബാലപാഠങ്ങൾ അന്ന് ഞങ്ങൾക്ക് പകർന്നു. പക്ഷേ ഞങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നറിയില്ല. അച്ഛനിൽ നിന്ന് കണ്ടത് പരമാവധി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പുറത്തു. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കാൻ തീർച്ചയായും ശ്രമിക്കും. ഞങ്ങൾക്ക് വന്ന പാഠങ്ങൾക്ക് നന്ദി പറയുന്നു. ഇത്രയും കാലം ഞങ്ങളുടെ ആയിരുന്നു തോമസ് അച്ഛൻ. ഞങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനായിരുന്നു, ഒരു നല്ല സഹോദരനായിരുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും അച്ഛനോട് എന്ന് തുറന്ന് സംസാരിക്കാനും അച്ഛൻ അതിനൊരു മറുപടി പറഞ്ഞു തരാനും ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു തോമസ് അച്ഛൻ. അച്ഛൻ പോവുകയാണെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്, എന്നാൽ അച്ഛൻ ജീവിതത്തിൽ വളർച്ച മാത്രമേ ഇതിലൂടെ ഉണ്ടാകാനുള്ളൂ എന്നൊരു സന്തോഷമുണ്ട്. തോമസിനെ കുറിച്ച് എന്താ പറയാനുള്ള? നല്ലൊരു അച്ഛൻ്റെ ഒരു ജീവിതം തന്നെ നമുക്ക് നല്ലൊരു മാതൃകയാണ്. അച്ഛൻ്റെ സാഹോദര്യം അത് നമുക്കെല്ലാവർക്കും നല്ലൊരു രീതിയിൽ എല്ലാ രീതികളിലും അച്ഛനെ നമുക്ക് പ്രയോജനപ്പെടുത്തി. അച്ഛൻ ഇതിന് പോകുമ്പോൾ ചെറിയ വിഷമമുണ്ടെങ്കിലും അച്ഛൻ്റെ പുതിയ കർമ്മ മണ്ഡലത്തിലേക്ക് എല്ലാവിധ ആശംസകളോടെ അച്ഛന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേർന്നു.